നമസ്കാരം. കുറഞ്ഞ കാലത്തിനിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു ഓഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ്. ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറിയാലും എങ്ങനെയാണ് അതിൽ നിന്ന് ഏൺ ചെയ്യുക എന്നതാണ് ഓരോ യൂസറിനും അറിയേണ്ട ഒരു ആഗ്രഹം. അതേപോലെ തന്നെ ക്ലബ് ഹൗസിൽ കുറേ നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫോളോവേഴ്സിനെ കൂട്ടുക എന്നുള്ളത്. ഈ ഫോളോവേഴ്സ് എത്ര ആയാലാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക? ഇതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ ക്ലബ് ഹൗസിൽ നമുക്ക് ഏൺ ചെയ്യാം? അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ടെസ്ലയുടെ CEO എലൻ മസ്ക് ക്ലബ് ഹൗസിൽ ചേർന്നതിന് പിന്നാലെ ഒരുപാട് സംരംഭകരാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. കാരണം അവരെല്ലാം ഇതിലേക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇതിലൂടെ വലിയൊരു അഡ്വർടൈസ്മെൻറ്റ്സ് നടത്തി അവരുടെ ഓരോരുത്തരുടെയും കമ്പനികൾ ഇൻഡിവിജ്വലി പ്രൊമോട്ട് ചെയ്യാം എന്ന രീതിയിലാണ്. ചുമ്മാ 10,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ 20,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ക്ലബ് ഹൗസ് നമുക്ക് വെറുതെ ഒന്നും തരത്തില്ല എന്നതാണ് വാസ്തവം. ശരിക്കും ആളുകൾ ഫോളോവേഴ്സിനെ കൂട്ടുന്നത് ഇൻകം കിട്ടുമെന്ന് കരുതിയിട്ടാണെങ്കിൽ തെറ്റി. പക്ഷേ നമുക്ക് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ വേറൊരു വഴിയുണ്ട്. ഈ ഫോളോവേഴ്സ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1-2 സിമ്പിളായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. അത് ബിസിനസ് എന്നോണം വേണമെങ്കിൽ പറയാം, ബിസിനസ് പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലബ് ഹൗസിലൂടെ ഇൻകം നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ 1-2 വഴികൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്തൊക്കെയാണ് ക്ലബ് ഹൗസിലൂടെ പണം സമ്പാദിക്കാനുള്ള മാർഗ്ഗങ്ങളെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഒരു സ്പോൺസർഷിപ്പ്. മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബിസിനസ് സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ആ ഒരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം? ക്ലബ് ഹൗസിലും യൂസ് ചെയ്യാം. നമുക്ക് വേണ്ട യൂസേഴ്സിനെല്ലാം നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് അതിലെന്ത് ചെയ്യാം? നമ്മുടെ ഒരു കണ്ടൻറ്റിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അപ്പം ഇഷ്ടമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിലേക്ക് ഇഷ്ടപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ആ മോഡറേറ്റേഴ്സിൻ്റെയും സ്പീക്കറിൻ്റെയും ഉത്തരവാദിത്വമാണ്. ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? വാങ്ങിപ്പിച്ച് എടുക്കാൻ പറ്റും. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ക്ലോസ്ഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ ക്ലോസ്ഡ് ഗ്രൂപ്പിൽ വളരെ അട്രാക്റ്റീവായിട്ട് എന്തെങ്കിലും ടോപ്പിക്കായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കേൾക്കാൻ താല്പര്യം ആൾക്കാർ എന്ത് ചെയ്യും? ക്യാഷ് പേ ചെയ്ത് അതിനൊക്കെ എന്ത് ചെയ്യും? ആഡ് ആകാൻ നോക്കും. അപ്പം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് ആയിരിക്കണം ആ ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ക്യാഷ് പേ ചെയ്തിട്ട് ആൾക്കാർ ആ ക്ലോസ്ഡ് ഗ്രൂപ്പിലേക്ക് വരത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം നമുക്ക് കുറേ മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ഏത് കണ്ടൻറ്റിനെ കുറിച്ചാണെങ്കിലും അറിയാൻ വേണ്ടി. ഇപ്പോൾ ആൾക്കാർക്ക് കിട്ടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെയാണ് ആ ഗ്രൂപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ പണം മുടക്കി ആ ഗ്രൂപ്പിൽ കയറുക തന്നെ ചെയ്യും. പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസ് കുറേ ആൾക്കാർ ക്ലബ് ഹൗസിലുള്ളതാണ്. അപ്പം അവർക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് എല്ലാ ലിസണേഴ്സിനെയും കൺട്രോൾ ചെയ്യാൻ ഓഡിയൻസിൽ നിന്ന് ആഡ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? മോഡറേറ്റേഴ്സിനെ ഹെൽപ്ഫുള്ളായിട്ട് നോക്കും. അപ്പോൾ 1-2 മോഡറേറ്റേഴ്സ് വരും. ആ മോഡറേറ്റേഴ്സ് ആയിരിക്കും ഇവരുടെ ആ ഗ്രൂപ്പ് ആ ചാനൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, ക്ലബ് ഹൗസിൽ ആ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പം മോഡറേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? അപ്പം അത്രയും ഫോളോവേഴ്സുള്ള ആൾക്കാരെ സെലിബ്രിറ്റീസും മോഡറേറ്റേഴ്സായിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബാക്കിയുള്ള ഓഡിയൻസിനെ ഫുള്ളും കൺട്രോൾ ചെയ്യാൻ പറ്റും അവർക്ക്. അപ്പം മോഡറേറ്റേഴ്സ് എന്ത് ചെയ്യാം? അതിലൂടെ ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ക്ലബ് ഹൗസിലെ ക്രിയേറ്റർമാർക്ക് എല്ലാ മന്ത്ലിയും സ്റ്റൈഫൻഡ് ലഭിക്കാനായിട്ട് ക്ലബ് ഹൗസ് പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ക്രിയേറ്റർ ഫസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജൂലൈ 16 വരെയാണ് അതിന് അപേക്ഷിക്കാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ക്രിയേറ്റർ ഫസ്റ്റ് പ്രോഗ്രാം എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള ക്രിയേറ്റർമാരുടെയും അതുപോലെ ഓഡിയൻസിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഈ ഒരു കൺസെപ്റ്റ് തുടങ്ങുന്നതെന്നാണ് ക്ലബ് ഹൗസ് അവരുടെ ബ്ലോഗിൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലബ് ഹൗസ് ക്രിയേറ്റർ ഫസ്റ്റിൽ പങ്കെടുക്കുന്നവരെ സാങ്കേതികമായിട്ടും ടെക്നിക്കലായിട്ടും അതുപോലെ സാമ്പത്തികമായിട്ടും സഹായിക്കുമെന്ന് ക്ലബ് ഹൗസ് അവരുടെ ഒഫീഷ്യൽ ബ്ലോഗിലൂടെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ അമേരിക്കയിൽ തുടങ്ങിയ പദ്ധതിയാണ് ഇപ്പം നിലവിൽ ഇന്ത്യയിലേക്കും എത്തി നിൽക്കുന്നത്. ഡെയിലി ഏതാണ്ട് 40,000-ന് മുകളിൽ റൂംസുകളാണ് ഓരോ ദിവസവും ക്ലബ് ഹൗസിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരും മാസങ്ങളിൽ കൂടുതൽ പ്രോഗ്രാംസ് ക്ലബ് ഹൗസിലൂടെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിലൂടെ മോഡറേറ്റേഴ്സായിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ കണ്ടൻറ് ക്രിയേറ്റേഴ്സായിട്ടുള്ള ആൾക്കാർക്കും കൂടുതലും ടെക്നിക്കലായിട്ടും ഫിനാൻസായിട്ടും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഈ ക്ലബ് ഹൗസിൻ്റെ ആ ഒഫീഷ്യൽ ബ്ലോഗിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ലബ് ഹൗസ് എന്നല്ല, ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിൽ തന്നെയും 1,00,000 ഫോളോവേഴ്സാ 1 കോടി ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ എന്തെങ്കിലും കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്താൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഇട്ടാൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്കും തിരിച്ച് അതേപോലെ ഇൻകം കിട്ടത്തുള്ളൂ. അതായത് ചുമ്മാ 1,00,000 ഫോളോവേഴ്സാ 10,000 ഫോളോവേഴ്സാ ഉണ്ടെന്ന് കരുതി ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഇതേപോലുള്ള കാര്യങ്ങളിൽ യൂസ്ഫുള്ളായിട്ട് ക്ലബ് ഹൗസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ഏർണിങ്സും നമുക്ക് കിട്ടും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണും വരെ എല്ലാവർക്കും ബൈ.